ജനപ്രതിനിധി, പൊതുപ്രവർത്തക, ഒപ്പം ലഹരി വിരുദ്ധ ക്യാമ്പയിനിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ. ഈ നിലയ്ക്കാണ് പ്രതിഭ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മകനെ ഉപദേശിച്ച് നന്നാക്കിക്കൊള്ളാമെന്ന് നിങ്ങളുടെ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൊതുവിഷയമാണ് എന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നയിക്കുന്ന ഒരാളിന് അറിവില്ലേ എന്നുള്ള ഒരു ചോദ്യമല്ലേ? എന്ത് കണ്ടിട്ടാണ് BJP ഇതിൽ പിന്തുണയ്ക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മറ്റേതൊരു മയക്കുമരുന്ന് കേസ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതേ സമീപനം തന്നെ മതി BJPക്ക് പുലർത്താൻ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും ആ പ്രദേശത്ത് നിന്നുള്ള ഒരു BJP പ്രതിനിധി കൂടി ആ ചർച്ചയിലുണ്ട്. പക്ഷെ അവരെല്ലാവരും തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പലപ്പോഴും പ്രതിഭയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് തന്നെ ആരോ BJPയിലേക്ക് അവരെ സ്വാഗതം ചെയ്തു എന്ന രീതിയിലേക്കുള്ള ഒരു വാർത്ത പോലും കാണുകയുണ്ടായി. അപ്പോൾ ഞാനതിൽ എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾ അങ്ങനെ ഒരാളിനെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ ഗ്രാവിറ്റി നിങ്ങൾ കുറച്ച് കാണാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു അമ്മയുടെ വൈകാരികതയ്ക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെയുള്ള എല്ലാ കഞ്ചാവ് കേസുകളിലും നിങ്ങൾ ഇതേ സമീപനം സ്വീകരിക്കണം. ഇനി അതിനെ നമ്മൾ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൊടിസുനി പോലെയുള്ള വ്യക്തികളുടെ അമ്മമാർക്കും ഇതേപോലെ തന്നെയുള്ള മാതൃവികാരങ്ങളില്ലേ? അവരും വൈകാരികമായിട്ട് പ്രതികരിക്കില്ലേ? അപ്പോൾ ആ വൈകാരികതയുടെ പിൻപറ്റിക്കൊണ്ട് നേരാണ് കൊടിസുനിക്ക് പരോള് കൊടുത്തത് നല്ല കാര്യമാണ് എന്നിവർ പറയണ്ടേ? പക്ഷെ അത് പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് മാത്രം എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള മറ്റ് പല BJPക്കാരും ഇന്ന് സ്വാഗതം ചെയ്തിരിക്കുന്ന ആൾക്കാരടക്കം ആ രീതിയിലേക്ക് പ്രതികരിക്കുന്നത്.